കറി സൂപ്പർ. നമ്മളുടെ പിക്നിക് ചിക്കൻ റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തേതപ്പോൾ ഒരു ട്രിപ്പ് വീഡിയോ എന്നല്ല കേട്ടോ. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊടികുത്തി മലയിലാണ്. കൊടികുത്തി മലയിൽ വെറുതെ വന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും നിങ്ങൾക്ക് അറിയാലോ, ആസ്കർക്കാരൻ്റെ ബ്രദേഴ്സൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടികുത്തി മലയിൽ വന്നപ്പോഴേ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ഇതിന് അടിപൊളി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിയുടെ പേര് പിക്നിക് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടുവരൂ. അപ്പോഴേക്കും നമ്മൾ മുകളിലേക്ക് കയറട്ടെ. അവിടെ ചെന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഇന്നത്തെ പിക്നിക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ്. പിക്നിക് ചിക്കൻ കറി എന്ന് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഞാനിട്ട് പേര് തന്നെയാണ് കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ വളരെ പെട്ടെന്ന് ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ സാധാരണ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന കറികളും അങ്ങനത്തെയൊക്കെയാണ് പാക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോവുക. അപ്പൊ നമ്മൾ ഇന്നൊരു പൊതി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാണ്. അപ്പൊ അതിലേക്ക് ഉണ്ടാക്കുന്ന കറിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ കറി മസാലയാണ്. ഈസ്റ്റേൺ ചിക്കൻ കറി മസാലയാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് ചിക്കനും, പിന്നെ ഈസ്റ്റേൺ ചിക്കൻ കറി മസാല, പിന്നെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ ക്യാപ്സിക്കം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ വീഡിയോയിൽ ഒന്ന് കളർഫുൾ ആയി കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഇതാ കാശ്മീരി മുളക് പൊടി. ഇതൊക്കെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ ആയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ചെയ്യാം. ആദ്യം കുറച്ച് ഈസ്റ്റേൺ ചിക്കൻ കറി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വിനാഗിരി ഞാൻ നേരത്തെ മറന്നതാണ് കേട്ടോ പറയാൻ. അപ്പോൾ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിക്കന്. അപ്പോൾ ഈ ഒരു മാരിനേഷനിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഈസ്റ്റേൺ ചിക്കൻ കറി മസാല ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ഇപ്പൊ ഞാൻ ഈ ഒരു മാരിനേഷനിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ മസാല നമുക്ക് ആവശ്യാനുസരണം ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാനൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ബാച്ച് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാനത് ഇത്രയും സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് സവാളയൊക്കെ എടുക്കുക. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റി ആവശ്യമുണ്ട്. അപ്പൊ ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഇത്രയും തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേഗത്തിൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിലടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അധികം എടുക്കണില്ല. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ചേർത്ത് കൊടുക്കാണ്.
ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി സവാളയൊക്കെ വഴന്നു വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ക്യാപ്സിക്കം. അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതുപോലെ പച്ചമുളകും നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിനു ശേഷം കുറച്ച് ഓയിൽ ഇതിൽ ബാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവാളയൊക്കെ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. ഇതാ ഇത്രയും ഓയില് ഇതിൽ ബാക്കി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റേൺ ചിക്കൻ കറി മസാല ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇളക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് സ്മെല്ലാണ്. ഈ സമയത്ത് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ക്യാപ്സിക്കം. പച്ചമുളകും ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിന്റെ കളർ കണ്ടോ? നല്ല പെർഫെക്റ്റ് കളറാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പിക്നിക് ചിക്കൻ കറിയോടെ റെഡിയായി. ചിക്കൻ റോസ്റ്റ്, പിക്നിക് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടത്. അവസാനമായിട്ട് ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള പിക്നിക് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം. വാഴയിലയിൽ നെയ്ച്ചോറും ഈ ഒരു ചിക്കൻ റോസ്റ്റും ഒക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടാണ് പോണത്. അങ്ങനെ ഇതാ വാഴയിലേക്ക് വാട്ടി നെയ്ച്ചോറും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ റോസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പൊതിച്ചോറ് റെഡിയാക്കുക എന്നുള്ളത് അതിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഇതപ്പോൾ കൊടികുത്തി മലയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഉപ്പ മാത്രം വന്നിട്ടില്ല. ഉപ്പ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പുറത്തും ഇപ്പുറത്തും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ നല്ല രസമാണ്. നമ്മളിതിൻ്റെ മുന്നേ വേറെ ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞതാണ്. എന്നാലും ഇങ്ങനെ നമ്മളുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊടികുത്തി മലയിൽ പോണത്. അപ്പോൾ പോണ വഴി തന്നെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കാനുള്ളൊരു സ്പേസും ഒരു പാറയൊക്കെ കാണുന്നുണ്ട്. നല്ല വ്യൂ ഉള്ള നല്ലൊരു സ്ഥലമൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ മുകളിലേക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഏറ്റവും ടോപ്പിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ പിന്നെയും ഫുഡൊക്കെ കഴിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങുക തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇത് അതിനായിട്ട് അപ്പൊ നമുക്ക് നമ്മളുടെ പിക്നിക് ചിക്കൻ റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പെർഫെക്റ്റ് ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ അതേസമയം നല്ലൊരു കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വ്യൂവേഴ്സിൽ ആരെങ്കിലും കൊടികുത്തിമല ഫുള്ളായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ട് അവിടെ, നമുക്ക് പോകാൻ പറ്റുമോ, പോയി കഴിഞ്ഞാൽ നല്ലതാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഫുള്ളായിട്ട് കയറി നോക്കാമല്ലോ. ചിക്കൻ കറി സൂപ്പർ. അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളുടെ പിക്നിക് ചിക്കൻ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് അറിയിക്കുക, കമൻസിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.